സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഞീരൂർ മടത്തിപ്പറമ്പ് കുറവുംപറമ്പിൽ സ്റ്റീഫൻ ചാണ്ടിയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണത്. ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസിന്റെ ഭീഷണിയും സമ്മർദ്ദവുമാണ് മരണകാരണമെന്ന് ആരോപിച്ചായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രതിഷേധ പ്രകടനമായാണ് മാർക്കറ്റ് ജംഗ്ഷൻ ചുറ്റി പോലീസ് സ്റ്റേഷൻ പടിക്കൽ പ്രതിഷേധക്കാർ എത്തിയത്. റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. പ്രതിഷേധക്കാർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളികൾ ഉയർത്തി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. DGPയുടെ സർക്കുലർ വായിച്ചിട്ടുള്ളത് എനിക്കറിയില്ല. DGP അയച്ചിരിക്കുന്ന സർക്കുലറിനകത്ത് ഈ പണമിടപാട് കേസിനകത്ത് പോലീസ് ഇടപെടേണ്ട എന്ന് കരുതുന്നു. ഇവിടെ പണമിടപാട് കേസിലാണ് ഇവിടെ പോലീസ് ഇടപെട്ടത് എന്ന്. ഏത് പണത്തോടൊപ്പമാണ് പോലീസ് നിന്നത് എന്നൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. കൊടുത്തവൻ്റെ പണത്തിലാണോ, കിട്ടേണ്ടവൻ്റെ പണത്തിലാണോ, ഏതെങ്കിലും ഒരു പണത്തിനോടൊപ്പമാണ് നിന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പണമിടപാട് കേസിനകത്ത് പോലീസ് നിന്ന കാര്യം അത് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ സിവിൽ കോടതിയുടെ ആവശ്യം എന്താണ്? സിവിൽ കോടതി പിരിച്ചുവിട്ടപ്പോൾ അപ്പോൾ ന്യായമായും ഒരു നീതിന്യായ കോടതിയിൽ പോകേണ്ട ഒരു കേസ് അവിടെ വിടാതെ വളഞ്ഞ വഴിയിലൂടെ അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പോലീസിൽ വന്നിട്ടോ വരട്ടും കാശ് മേടിച്ചു കൊടുക്കുക, അതെന്ത് പോലീസിനാണ്? അങ്ങനെ പോലീസിന് ചെയ്യാൻ പറ്റുമോ? അത് നിയമം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് മാറ്റണമെന്ന് പഴയ DGPയുടെ സർക്കുലർ ഞാൻ ഓർക്കുകയാണ്. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സാമ്പത്തിക വിഷയങ്ങൾക്ക് പോലീസിന് ഇടപെടാൻ സാധ്യമല്ലെന്ന ഔദ്യോഗിക നിയമത്തെ മറികടന്നാണ് സ്റ്റീഫന് മേൽ പോലീസ് സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആക്ഷേപം. സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ സ്റ്റീഫന് മതിയായ ചികിത്സ ലഭ്യമാക്കിയില്ലെന്നും ഇവർ ആരോപിച്ചു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ചെറിയാൻ കെ ജോസ്, സുനു ജോർജ്, MK സാംബജി, ജെയിംസ് പുല്ലാപ്പള്ളി, ശ്രീലേഖ മണിലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.